രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനെ ജനങ്ങൾ ശിക്ഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള ധാരണയുടെ പുറത്താണെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. പാലക്കാട്ട് രാഹുലായിരുന്നു കോൺഗ്രസ് പ്രചാരണം നയിച്ചത്. 6 ദിവസമായിട്ടും പോലീസിന് പ്രമുഖനായ എംഎൽഎയെ കണ്ടെത്താനാകാത്തത് വീഴ്ചയാണ്. പെൺകുട്ടികൾ പരാതി നൽകാൻ മടിച്ചത് സൈബർ സംഘത്തിന്റെ ആക്രമണം ഭയന്നാണ്. ലൈംഗിക കുറ്റവാളിയായ രാഹുലിനെ സ്ത്രീ സമൂഹത്തിന് ഭയമാണ്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എംഎൽഎ സ്ഥാനത്തുനിന്ന് രാഹുലിനെ പുറത്താക്കണമെന്നും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഒരു ലൈംഗിക കുറ്റവാളിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. ഇത്രയും കാലം പലരും ഇത് തുറന്നു പറയാൻ മടിച്ച ആളുകളാണ്. രാഹുലിൻ്റെ സൈബർ ടീമിൻ്റെ ആക്രമണവും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളുടെ ആക്രമണവും പേടിച്ച് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചവരാണെന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് പരാതി നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഇതിൽ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഈ യുവതി പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ഈ ലൈംഗിക കുറ്റവാളിക്കെതിരായിട്ട് നടപടിയെടുക്കാൻ, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും MLA സ്ഥാനം രാജിവെപ്പിക്കാനുമാണ് തയ്യാറാവേണ്ടത്. കേരളത്തിലെ പൊതുസമൂഹത്തിന്, സ്ത്രീ സമൂഹത്തിന് ഇയാൾ ഭീഷണിയാണ്. ഇത്തരം ആളുകളെ കോൺഗ്രസ് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് തുടരാൻ കോൺഗ്രസ് ഇയാളെ അനുവദിക്കരുത്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇയാളെ ഒളിച്ച് താമസിക്കാൻ, ഇയാൾക്ക് മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതൊരു ഒത്തുകളിയാണ്. CPM-നെ സംബന്ധിച്ചോളം ഇതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വിഷയമാക്കാനുള്ള ശ്രമം മാത്രമായിട്ട് ഇത് അവസാനിക്കുമെന്നുള്ള ഞങ്ങൾക്ക് പേടിയുണ്ട്. മറിച്ച് ഇതിൽ കേരളത്തിലെ പോലീസിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള ഒരു MLA, ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞ 6 ദിവസമായിട്ട് കേരളത്തിലെ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസിന്റെ വാട്ടർലൂ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. രാഹുലിനെ മുൻനിർത്തിയാണല്ലോ ഇത്രയേറെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത രാഹുലിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാവുന്നത്. അതും പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ, BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ രാഹുലിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. രാഹുൽ ആയിരുന്നു അവരുടെ പ്രചരണത്തെ നയിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. കോൺഗ്രസ് രാഹുലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആ കോൺഗ്രസിനെ ഈ കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിക്കും. നഗരസഭയിൽ പ്രത്യേകിച്ചും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭയിലെ രാഹുൽ വിഷയമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ 10 വർഷക്കാലത്തെ വികസനമാണ് പാലക്കാട്ടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം ഈ രാഹുലിന്റെ വിഷയം കോൺഗ്രസിനെ നിലംപരിശാക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. UTV ന്യൂസ്, പാലക്കാട്.